അമ്മ എന്തുകൊണ്ടാണ് ഓപ്ഷൻ വെക്കാത്തത്? 2-3 ഓപ്ഷൻ അമ്മയുടെ മുമ്പിൽ ഉണ്ടായിരുന്നല്ലോ. ഐദർ ഓർ, അതല്ലെങ്കിൽ ഇത്, യേശു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംവിധാനം, സാഹചര്യം. എപ്പോഴാണ് അന്ധത വരണത്? ഓപ്ഷൻ വെക്കുമ്പോഴാണ് അന്ധത വരണത്. അമ്മ എന്തുകൊണ്ടാണ് ഓപ്ഷൻ വെക്കുക? അമ്മയുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ടല്ലോ. കാനായിൽ വെള്ളം വീഞ്ഞ് തീർന്നു പോകുമ്പോൾ ഓപ്ഷൻ ഉണ്ടല്ലോ, ഒരു സെലക്ഷൻ ഉണ്ടല്ലോ, അല്ലേ? തിരഞ്ഞെടുക്കാനുള്ള മറ്റു മാർഗങ്ങളില്ലേ? വായ്പ വാങ്ങിക്കാം. ചടുത്തിമാർ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടായാൽ, കുടുംബത്തിൽ എന്തെങ്കിലും തീർന്നു പോയാൽ പിന്നെ ഉടനെ നമ്മൾ ഫോൺ വിളിക്കുന്നത് നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാരാണ് ഫോൺ വിളിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ അയൽവാസികളുടെ നിന്ന് വായ്പ വാങ്ങിക്കാം, അല്ലെങ്കിൽ കടയിൽ പോയി വിലക്ക് വാങ്ങിക്കാം. ഓപ്ഷനല്ലേ? കനാലിൽ വെള്ളം വീഞ്ഞ് തീർന്നു പോകുമ്പോൾ അമ്മയുടെ മുമ്പിൽ ഓപ്ഷൻ ഉണ്ടല്ലോ. തിരഞ്ഞെടുക്കാനുള്ള വേറെ ഒരു വകുപ്പുണ്ടല്ലോ. ഒന്നെങ്കിൽ അടുത്ത കടയിൽ പോയി വിലക്ക് വാങ്ങിക്കാം വീഞ്ഞ്, അല്ലെങ്കിൽ അടുത്ത വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാം. 2 ഓപ്ഷനുണ്ട്, ഏറ്റവും കുറഞ്ഞത്. ആരെങ്കിലും വിടാം. പക്ഷെ അമ്മ ഈ ഓപ്ഷനൊന്നും എടുത്തില്ല. യേശു അമ്മയുടെ കൂടെ നിൽക്കുമ്പോൾ ഓപ്ഷൻ എടുക്കുന്നത് മണ്ടത്തരമാണെന്നാണ് സുവിശേഷം പറയണത്. ഗോട്ട് ദ പോയിന്റ്. യേശു നിൻ്റെ കുടുംബത്തിൽ ജീവിക്കുമ്പോൾ നീ നിൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ റെഫറൻസ്, ആ റെഫറൻസിൻ്റെ പേര് യേശു ക്രിസ്തു എന്നാണ്. അത് പെട്ടെന്ന് ഇമ്മീഡിയറ്റ് റീസൺ ആയിരിക്കണം. ഇമ്മീഡിയറ്റ്, ഫസ്റ്റ് റെഫറൻസ്. ഈ ഫസ്റ്റ് റെഫറൻസ് യേശു ആകണമെങ്കിൽ അതനുസരിച്ച് മൈൻഡ് പ്രോഗ്രാം ചെയ്യണം. നമുക്ക് പെട്ടെന്ന് വിശ്വാസം പ്രോഗ്രാം ചെയ്യും. ഇപ്പം നമുക്ക് പെട്ടെന്ന് ഒരു സൈക്കിൾ ഇടിച്ച് എൻ്റെ അമ്മയെ എന്ന് വിളിക്കുമ്പോൾ സ്വന്തം അമ്മേനെ വിളിക്കണത് ആദ്യം. അല്ലെങ്കിൽ ചിലർ എൻ്റെ മാതാവേ എന്ന് വിളിക്കും, അല്ലേ? അപ്പോൾ അവരുടെ ഫസ്റ്റ് ഓപ്ഷൻ പ്രോഗ്രാംഡ് കറക്റ്റാണ്. പക്ഷെ നമ്മൾ ചെയ്യണത് എന്താണ്? ചെയ്യണത് ആദ്യം മരുന്ന് ചെയ്യും, പിന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷനാണ് വരണത്. മരുന്ന് ചെയ്യേണ്ടെന്നല്ല എൻ്റെ അർത്ഥം. മരുന്ന് ചെയ്യുമ്പോഴും ഞങ്ങളൊക്കെ ചെയ്യുന്ന പോലെ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കും. എന്താ കാര്യം? മരുന്നോ ലേപനോ അല്ല, അങ്ങയുടെ വചനമാണ് ഞങ്ങളെ സുഖപ്പെടുന്നത്. ഇതെല്ലാം മനുഷ്യന് കൊടുത്ത അറിവാണ്. ആ അറിവിനേക്കാൾ വലുതാണ് ആ മരുന്ന് ശരീരത്തിൽ പിടിക്കാനുള്ള കർത്താവിൻ്റെ കൃപ. പക്ഷേ ഇത് ഫസ്റ്റ് ഓപ്ഷനിൽ വരണം. അപ്പോഴാണ് സ്റ്റെപ്പ് എന്ന് ഞാൻ പറഞ്ഞില്ലേ. നമുക്ക് കിട്ടിയിരിക്കുന്ന വിശ്വാസം അത് പലപ്പോഴും സ്റ്റെപ്പ് ഡൗണായി പോകാൻ കാര്യം എന്താണ്? സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് കൊണ്ടാണ്. പരിശുദ്ധ അമ്മയുടെ വിശ്വാസം സെക്കൻഡായി പോയിരുന്നേനം അമ്മ വീഞ്ഞ് വായ്പ വാങ്ങിക്കാൻ വിട്ടേച്ചെങ്കിൽ, അല്ലെങ്കിൽ വീഞ്ഞ് കടം വാങ്ങിക്കാൻ വിട്ടേച്ചെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ പ്രായോഗികമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് അച്ഛൻ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുഷികമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഫസ്റ്റ് റെഫറൻസ് കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി കൈപിടിച്ച് പിടിച്ച് നിന്നിട്ട് വേണം ബാക്കി അങ്ങോട്ട് എങ്ങനെ മൂവ് ചെയ്യാൻ. ഭർത്താവിന് ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറഞ്ഞാൽ പോലും കൊന്തയെടുത്ത് തിരുമ്മിക്കൊണ്ട് വേണം ആശുപത്രി പോകാൻ. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം മനസ്സിലായില്ലേ? ഇങ്ങനെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഗ്രാം ചെയ്യണം. ഓട്ടോമാറ്റിക്കായിട്ട് വരണമെങ്കിൽ ഇപ്പം തന്നെ ഇപ്പോൾ നീ ഗർഭിണിയാണ്, അല്ലെങ്കിൽ നിൻ്റെ കുഞ്ഞിനൊരു അസുഖം വന്ന് പെട്ടെന്ന് റെഫറൻസ് എന്താ? പരിചയമുള്ള ഗൈനക്കിനെ വിളിക്കും. അതപ്പോൾ ഫസ്റ്റ് റെഫറൻസ്. സെക്കൻഡ് റെഫറൻസിലാണ് ഈശോ വരണത്, അല്ലേ? അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. ഇത് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് റെഫറൻസിലേക്ക് വരണം. അപ്പോഴാണ് സ്റ്റെപ്പ് ഡൗണിൽ നിന്ന് സ്റ്റെപ്പ് അപ്പിലേക്ക് വരണത്. അതായത് നമ്മൾക്ക് ആദ്യമേ അടുത്ത ശ്വാസത്തിൽ യേശുവിൻ്റെ എന്ത് അത്യാഹിതത്തിന്, ഇപ്പം നമുക്കറിയാമല്ലോ, നമുക്ക് സന്തോഷമുള്ളപ്പോൾ ദൈവത്തെ വിളിക്കുന്നവരെ, ഉയർന്ന നിലവാരമുള്ള വിശ്വാസം നിലനിർത്തുന്നവർ ദൈവത്തോട് ബന്ധമുള്ളവരാണ്. ഒരു 97%
നീ അവിശ്വാസിയാണോ വിശ്വാസിയാണോ എന്നറിയാൻ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ മാർഗം? നിൻ്റെ സന്തോഷ സമയത്ത് നീ ആരെയാണ് ഓർക്കണത്, എന്തിനാണ് ഓർക്കണത്? ദൈവത്തെ ഓർക്കുമായിരിക്കും, പിറ്റേ ദിവസം ഓർക്കുമായിരിക്കും, അവിടെ വെച്ച് പോയി നിൻ്റെ പരിപാടിയില്ല. ഇപ്പം സങ്കടം വരുമ്പോൾ നമ്മൾ ദൈവത്തെ വിളിക്കും, അത് ആരായാലും വിളിക്കും. പക്ഷേ നിനക്ക് സന്തോഷം വരുമ്പോൾ നീ പരീക്ഷ ജയിച്ച് ഉന്നതമായ വിജയം കിട്ടി, അല്ലെങ്കിൽ നിനക്ക് പ്രൊമോഷൻ കിട്ടി, അല്ലെങ്കിൽ നിൻ്റെ കുടുംബം ചിലവ് ഇപ്പോൾ കോവിഡിൻ്റെ കാലമാണെങ്കിലും കുടുംബം നടത്തി കർത്താവ് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കും, ഞാൻ ജോലി ചെയ്തിട്ടല്ലേ എന്ന് ഞാൻ വിചാരിക്കുമ്പോൾ നീയാണ് ഫസ്റ്റ് റെഫറൻസിൽ വരണത്. നിനക്ക് ജോലി ചെയ്യാൻ ആവത് വേണ്ടേ? ജോലി ചെയ്യാൻ അവസരം വേണ്ടേ? ആവതും അവസരവും തന്നത് ആരാണ് എന്ന് ഇപ്പം ഈശ്വര വിശ്വാസി അല്ലെങ്കിൽ അവർ പറയും അവരാണെന്ന് പറയും. അത് കുഴപ്പമില്ല, കാരണം അവർ ഈശ്വര വിശ്വാസി അല്ലല്ലോ, അവർക്ക് ഈ ലോകം മാത്രമല്ലേ ഉള്ളൂ, അവരെന്തെങ്കിലും പറഞ്ഞ് ജീവിച്ചോട്ടെ. പക്ഷേ ഈശ്വര വിശ്വാസിയായ നിനക്ക് സന്തോഷം വരുമ്പോൾ ആദ്യം അതിൻ്റെ കാരണം എൻ്റെ ആവതും അവസരവും തന്ന ദൈവത്തിൻ്റെ മുമ്പിൽ എളിമയോടെ മുട്ടി നിന്ന് നന്ദി പറയാൻ കഴിയാതെ, അത് എനിക്ക് കഴിവുള്ളത് കൊണ്ടാണ്, എനിക്ക് കഴിവുള്ള എന്നെ വിളിക്കുക എന്നൊക്കെ ഓരോ കമ്പനിയിൽ പോണ കാര്യമൊക്കെ നീ ചിന്തിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും നിൻ്റെ കാര്യം സ്റ്റെപ്പ് ഡൗൺ ആയിട്ട് പോകും. എൻ്റെ മക്കളെ എന്നും കൊന്നും ഇങ്ങനെ ഒരു ബറാബർ വിശ്വാസിയായിട്ട് ജീവിച്ചിട്ട് കാര്യമില്ല. ഇത് വളരണം. അതുകൊണ്ടാണ് ഞാൻ ഈ തത്തമ്മയും പൂച്ച ഈസോപ്പ് കടയും പഞ്ചതന്ത്രം കഥയൊന്നും പറഞ്ഞ് അർത്താരെയും ഞാൻ പറയത്തില്ല ഈ സാധനമൊന്നും. എന്താ കാര്യം? അവിടെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ചില ആൾക്കാരൊക്കെ ആൾക്കാരൊക്കെ എന്ത് ബോധം പോകില്ല, അവിടെ റിലേ പോകും. അവർ യൂണിയനും സമരവും മറ്റു കാര്യങ്ങളൊക്കെ പറയണം. ഇതൊന്നും പറയാൻ ഒരു ബാധ്യതയും ആരും അനുവദിച്ചിട്ടില്ല. കർത്താവിൻ്റെ വചനമാണ് പറയേണ്ടത്. അവിടെ കർത്താവിൻ്റെ വചനം പറയേണ്ട സ്ഥലമാണ്. അത് പറയാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ കൃപ നിനക്ക് കാലക്രമേണ ദൈവം തിരിച്ചു പോകും. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ, നിനക്കൊരു സന്തോഷം വന്നു, നിൻ്റെ കുഞ്ഞ് ജയിച്ചു, അല്ലെങ്കിൽ അതിനൊരു ട്രോഫി കിട്ടി, ഉടനെ കർത്താവെന്ന് വിളിക്കണം. കർത്താവെന്ന് വിളിച്ച് കർത്താവിന് നന്ദി പറഞ്ഞിട്ട് വേണം ബാക്കി. അതാണ് ഫസ്റ്റ് ഓപ്ഷൻ. ഇതാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്ന പോലെ ഡിവൈൻ പവറിൻ്റെ സ്റ്റെപ്പ് അപ്പിങ് വരണം. അങ്ങനെയാണ്. ഡബിൾ ഓപ്ഷൻ ഇല്ലാതെ വയ്ക്കുക, സിംഗിൾ ഓപ്ഷൻ, അത് കർത്താവാണ്. അതുകൊണ്ടാണ് സ്റ്റീഫൻ പ്രാർത്ഥിക്കുന്നത്, പിതാവേ ഈ തെറ്റ് കർത്താവ് ഈ തെറ്റ് അവരുടെ മേൽ ആരോപിക്കരുതേ, നീ അവരോട് ക്ഷമിക്കണമേ. അതാണ് സംഭവം. എന്താണ്? അത് കർത്താവിൻ്റെ വചനമാണ്. ഈശോ കുരിശിൽ കിടന്ന് പ്രാർത്ഥിച്ച വചനമാണ്. ആ വചനമാണ് സ്റ്റീഫൻ പറയണത്, ഈ തെറ്റ് അവരുടെ മേൽ നീ ആരോപിക്കരുതേ, മറിച്ച് നീ അവരോട് ക്ഷമിക്കണമേ. അപ്പം അതിനേക്കാൾ ഉപരി ഇത് പറഞ്ഞോടുകൂടി, വചനം പറഞ്ഞോടുകൂടി ഇവൻ്റെ മുഖം സ്വർഗദൂതന്മാരുടെ മുഖം പോലെ അങ്ങ് ശോഭിക്കും. സ്വർഗദൂതന്മാരുടെ മുഖം പോലെ ശോഭിക്കും. ഈ വചനവും മുഖത്തിൻ്റെ ശോഭയുമാണ് അതായത് ആ വേട്ടക്കാരനായ സാവൂളിനെ ഒതുക്കിക്കളഞ്ഞത്. സാവൂൾ ഇതും ചിന്തിച്ചുകൊണ്ടാണ് കുതിരപ്പുറത്ത് പോണത്. അടുത്ത ക്രിസ്ത്യാനികളെ കൊല്ലാൻ വേണ്ടി പോകുമ്പോഴാണ് സ്റ്റീഫൻ്റെ മുഖം ഇവൻ്റെ മനസ്സിലുണ്ട് എപ്പോഴും. കാര്യം ഇവൻ ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യൻ പോലും ഇന്ന് വരെ സ്വർഗത്തോട് നോക്കി കണ്ടിട്ടില്ല. ഇവൻ തന്നെ ഗമാലിയൻ്റെ ശിഷ്യനായിട്ട് വലിയ ഫരിസേനാണ്. നിങ്ങൾ ഫരിസേനാണോ എങ്കിൽ ഞാനും ഫരിസേനാണ്, നിങ്ങൾ റോമൻ പൗരനാണോ എങ്കിൽ ഞാനും റോമൻ പൗരനാണെന്നൊക്കെ പറഞ്ഞ് വാഗ്വാദങ്ങൾ നടത്തി കേമത്തം നടിക്കണമെന്നല്ലാതെ സ്വർഗം കണ്ടിട്ടില്ല. അപ്പം തങ്ങൾ കല്ലെറിയുന്ന ഒരു മനുഷ്യൻ, കല്ലെറിഞ്ഞ് കൊല്ലാൻ പോകുന്ന മനുഷ്യൻ ശത്രുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവൻ സ്വർഗം കണ്ട് എന്ന് പറയുമ്പോൾ, ഞാൻ ഈ കാലങ്ങളെല്ലാം പ്രാർത്ഥിച്ച പഴയ നിയമത്തിൻ്റെ മുഴുവൻ വചനങ്ങൾ, മുഴുവൻ സങ്കീർത്തനങ്ങൾ ഞാൻ പഠിച്ചു, ഗമാലിയേലിൻ്റെ പാദാന്ത്യത്തിൽ ഇരുന്ന് ഞാനിതെല്ലാം കേട്ടു എന്നൊക്കെ പറഞ്ഞിട്ടും ഇന്ന് വരെ സ്വർഗം കണ്ടിട്ടില്ലെങ്കിൽ, സ്വർഗം കാണണമെങ്കിലേ, സ്വർഗത്തെ വെറുതെ ഒന്ന് കാണുകയെങ്കിലും ചെയ്യണമെങ്കിലേ
അവൻ കർത്താവ് യേശുക്രിസ്തു നാമം വിളിച്ച് അപേക്ഷിക്കണമെന്ന് സാവൂളിന് മനസ്സിലായി. അതോടുകൂടി ഇടിമിന്നലേറ്റവൻ വീഴും. സാവൂൾ അങ്ങ് ആരാണെന്ന് ചോദിക്കുമ്പോൾ പറയും, നീ പീഡിപ്പിക്കുന്ന യേശുവാണ്. അപ്പോഴാണ് പിന്നെയാണ് സ്വർഗം കാണാനുള്ള യാത്ര പൗലോസ് തുടങ്ങണത്. പൗലോസ് പറയണത് 14 വർഷത്തിന് മുമ്പ് ഞാൻ സ്വർഗം കണ്ടെന്ന് പറയും. അത് ആത്മാവോട് കൂടിയാണോ ശരീരത്തോടു കൂടിയാണോ എനിക്കറിയില്ല, പക്ഷെ ഞാൻ കണ്ടു. അപ്പം കർത്താവിൻ്റെ വേദസാക്ഷികളെ ക്രിസ്തീയ ജീവിതം ത്തിൻ്റെ മുന്നോട്ടുള്ള ഓരോ സഹന സമയങ്ങളിലും എന്താ പറയണത്, നമ്മൾ കർത്താവിൻ്റെ വചനം കൊളോസ്യൻസ് 3 അധ്യായമൊക്കെ വായിക്കുമ്പോൾ കൊളോസ്യൻസ് 3 അധ്യായത്തിൽ ഒത്തിരിയേറെ വചനങ്ങൾ ദൈവികമായ രഹസ്യങ്ങളുള്ളതാണ്. ഈ 3 അധ്യായങ്ങളിൽ നിന്ന് തന്നെയാണ് ക്രിസ്തുവിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പൗലോസിൽ നിന്ന് അനുഭവങ്ങൾ അറിയണത്. പൗലോസ് എന്താ പറഞ്ഞത്? ക്രിസ്തു എല്ലാമാണെന്ന് പറഞ്ഞല്ലേ. അച്ഛൻ ഇടയ്ക്ക് പറയുന്ന വചനമാണ്. കാര്യം എനിക്ക് അഭിഷേകം കിട്ടിയ വചനമാണത്. എൻ്റെ ശുശ്രൂഷക്കാലത്ത് എനിക്ക് മാത്രം ദൈവം തിരിഞ്ഞു തന്നൊരു വചനമാണത്. ഞാൻ എപ്പോഴും പറയും അത്. പക്ഷെ ഒരു തരത്തിലല്ല, പലതരത്തിൽ പറയും. പലതരത്തിൽ കർത്താവ് എന്നോട് പറഞ്ഞതാണ് സുവിശേഷം. എന്താണ്? ക്രിസ്തു എല്ലാമാണ്. കൊളോസ്യൻസ് 3:11 വായിക്കത്തില്ലേ? ക്രിസ്തു എല്ലാമാണ്. അതാണ് ഈ ഓപ്ഷൻ ഇല്ലാത്തത്. എന്തുകൊണ്ടാണ് ഞാൻ ഓപ്ഷൻ്റെ കാര്യം പറഞ്ഞില്ലേ? തിരഞ്ഞെടുപ്പ്. അതായത് ക്രിസ്തു എല്ലാമാണ്. പിന്നെന്താണ്? എല്ലാവരിലുമാണ്. ഈ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണെന്ന് പൗലോസ് എത്രയോ വർഷം കഴിഞ്ഞാൽ മനസ്സിലാക്കിയത്. പക്ഷെ ആദ്യം മനസ്സിലാക്കിയത് ആരാണ്? അമ്മയാണ്. അതാണ് അമ്മയ്ക്ക് ഓപ്ഷൻ ഇല്ലാതെ വന്നത്. പെട്ടെന്ന് അമ്മ വിഞ്ഞ് തീർന്നു പോയപ്പോഴേ പെട്ടെന്ന് അമ്മ വായ്പയ്ക്ക് വിടാതെയോ വിലക്ക് വാങ്ങിക്കാൻ വിടാതെയോ നേരെ ഈശോൻ്റെ അടുത്ത് വരാൻ കാര്യം എന്താണ്? ക്രിസ്തു എല്ലാമായതുകൊണ്ടാണ്. മനസ്സിലായോ? ക്രിസ്തു എല്ലാമാണെന്ന് അമ്മയ്ക്കുണ്ടായിരുന്ന ബോധം ഒരു വിശ്വാസിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഓപ്ഷൻ പോകും. എന്താണ്? നമ്മൾ അവിടെ ഇവിടെ അന്വേഷിച്ച് ആശ്രയിക്കത്തില്ല. ആദ്യം യേശുവിൽ തന്നെ അന്വേഷിക്കും. ഈ ഓപ്ഷൻ്റെ പ്രശ്നങ്ങൾ ഭയങ്കര സീരിയസാണ്. ഓപ്ഷനെ മലയാളത്തിൽ എന്നാ പറയണ? തിരഞ്ഞെടുപ്പ്. അതായത് ഐദർ ഓറായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഇത് വിശ്വാസത്തിൻ്റെ വലിയൊരു സംഭവമാണ്. വിശ്വാസ ജീവിതത്തിൻ്റെ വലിയൊരു സംഭവമാണെന്നാണ് ഇപ്പോൾ ഈശോ പറയണത്. ഈശോ പറഞ്ഞതനുസരിച്ച് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനും ഓപ്ഷനൊന്നും ഓർത്ത് പഠിച്ചു വന്ന ആളല്ല. പക്ഷെ ഇപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം ഈ വിഷയത്തിൽ അമ്മയ്ക്ക് യേശുവിനെക്കുറിച്ച് അറിയാമായിരുന്നാണ് ഇപ്പോൾ ആത്മാവ് വെളിപ്പെടുത്തുന്നത്. എന്താണ്? ക്രിസ്തു എല്ലാമാണെന്ന് അമ്മയ്ക്കറിയാം. കൊളോസ്യൻസ് 3:11 പത്രോസ് എഴുതുന്നതിന് മുമ്പ് എത്രയോ വർഷം മുമ്പേ അമ്മയ്ക്കറിയാം ക്രിസ്തു എല്ലാമാണ്. അതുകൊണ്ടാണ് അമ്മ വിഞ്ഞ് തീർന്നു പോയപ്പോൾ ഓപ്ഷൻ വെക്കാതെ, അയൽവാസിയുടെ വീട്ടിൽ പോയി വായ്പ ചോദിക്കാതെ, അടുത്ത കടയിൽ പോയി വിലക്ക് വാങ്ങിക്കാതെ ക്രിസ്തുവിൻ്റെ അടുത്ത് തന്നെയാണ് വന്നത്. ആ ലളിതമാണെങ്കിലും ആ ആവശ്യം ചെറുതാണെങ്കിലും അമ്മ പറഞ്ഞാൽ ഈശോ അത് വീഞ്ഞായാലും അപ്പമായാലും ഇനി കാലാന്തരത്തിൽ വരാൻ പോകുന്ന ഭ്രാന്തന്മാരുടെ ചികിത്സ, ഒരു ഭ്രാന്തനെ പിശാചബാധനെ ഈശോ ചികിത്സിച്ചില്ലേ, അത് തൊട്ട് ഒരു മനുഷ്യനെ രക്തസ്രാവ രോഗിയുടെ ചികിത്സ, ജായറൂസിൻ്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പ്, ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന എല്ലാ വിഷയങ്ങളും ക്രിസ്തുവിലുണ്ടെന്ന്, ക്രിസ്തു എല്ലാമാണെന്ന് ആദ്യം മനസ്സിലാക്കിയ ആൾ അമ്മയാണ്. അതാണ് കാനായിലെ കല്യാണത്തിൻ്റെ അടിസ്ഥാനം. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ് എന്നാദ്യം മനസ്സിലാക്കിയത് അമ്മയാണെങ്കിൽ, അമ്മയുടെ മധ്യസ്ഥത നമ്മൾ ഉടമ്പടി എടുക്കുമ്പോഴേ നമുക്ക് ഈ ഓപ്ഷൻ ഉണ്ടാകണം.
അല്ലെങ്കിൽ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എന്നാൽ പിന്നെ വിശ്വാസമുണ്ടാകുന്ന വേഗം കൂടി കൂടിയേക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം ഉണ്ടാകും. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള, അതായത് നമ്മൾ ഉടമ്പടിയിൽ വിശ്വസിക്കണം. എന്തുകൊണ്ടാണ്? അവൻ പറയണത് പോലെ ചെയ്യണം. നിങ്ങൾ നൊവേന കൂടിക്കുക കൂടാതിരിക്കുക അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതല്ല, ഉടമ്പടിക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റ് പ്രാർത്ഥനകളെ പോലെ അല്ല ഇതൊരു ദൈവികമായ സ്വർഗീയ പദ്ധതിയാണ്. കാര്യം ഇതെന്താ? ഇതൊരു ഡൂയിങ് പ്രെയറാണ്. എന്താണ്? ഉടമ്പടി അവൻ പറയണത് പോലെ ചെയ്യുക. അല്ല, നമ്മൾ ചൊല്ലാനുള്ള പ്രാർത്ഥനയല്ല ഇത്. ഇപ്പം നമ്മൾ നൊവേന ചൊല്ലുന്നു എന്ന് പറയത്തില്ലേ, പക്ഷെ ഇത് ചൊല്ലാനുള്ള പ്രാർത്ഥനയല്ല. അഥവാ ഇതിൻ്റെ കാമ്പെന്ന് പറയുന്നത് ചൊല്ലലല്ല, ചെയ്യലാണ്. ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്നവരെ, ഇപ്പം കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നവരെ സന്തോഷത്തോടെ സ്നേഹത്തോടെയും വേണം അതുപോലുള്ള സുവിശേഷ വേലകൾ ചെയ്യാൻ. രോഗികളെ കുളിപ്പിക്കുന്നവരുണ്ട്, രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, അനാഥരെ സന്ധിക്കുന്നവരുണ്ട്. അതിനെ ചെയ്യണം. അതായത് ചെയ്യുമ്പോഴെന്ന് പറയുമ്പോൾ ദിവ്യകൃപാനയിൽ പോലും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അപ്പോൾ ഉടമ്പടിയുടെ ഒരു ഫോർമുലയാണത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അമ്മയെപ്പോലെ ഒരു വിഷയം കുടുംബത്തിലുണ്ടാകുമ്പോഴേ മാനുഷികമായ പല സങ്കേതങ്ങളിലെ തിരഞ്ഞെടുപ്പ് നടത്താതെ ഒന്നാമത്തെ അഭയം, ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ്, ഒന്നാമത്തെ ആശ്രയം യേശുവിന്റെ നാമം മാത്രമാകാൻ, അതുവഴി എന്റെ വിശ്വാസം പ്രഖ്യാപിക്കുക വഴി എന്റെ ജീവിതത്തിലെ ദൈവവചനങ്ങളെ ഇരട്ടി ശക്തിയോടുകൂടി ഫലപ്രദമായി പ്രയോഗിക്കപ്പെടാൻ സുവിശേഷത്തിന്റെ നലം തികഞ്ഞ സാക്ഷികളായി മാറാൻ എന്നെയും എന്റെ കുടുംബത്തെയും അങ്ങ് ഒരുക്കണമേ. ശ്രുതികടെ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതികടെ. ഹല്ലേലൂയ. കർത്താവേ, അഭിഷേക വചനങ്ങളാൽ ഞങ്ങളെ ശക്തിപ്പെടുത്തി നന്ദി പറയുന്ന കർത്താവേ, ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത ഓരോ മക്കളെയും അങ്ങ് സ്പർശിക്കണമേ. ആരാധന. ചേർന്ന് പാടാം. ഈ ധ്യാനം തുടങ്ങിയ സമയത്ത് നമ്മൾ സന്ധ്യ അജിയുടെ ഒരു സാക്ഷ്യം പറഞ്ഞു. അത് തുടങ്ങി വെച്ചപ്പോൾ കർത്താവ് വേറെ വചനം നൽകി. വളരെ ആഴമുള്ള വചനങ്ങളിലൂടെ നമ്മൾ ധ്യാനിച്ച് സംഗീതിച്ചിരിക്കുകയാണ്. ഇതൊക്കെ നിങ്ങളെ ശരിക്കും സഹായിക്കും. സന്ധ്യ അജിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അവളുടെ അലർജിയാണ്. അവൾ ഓൺലൈൻ ഉടമ്പടി എടുത്തോടുകൂടി 10 കൊല്ലമായിട്ടുണ്ടായിരുന്നു. അത് ഈ ദിവസങ്ങളിൽ പറഞ്ഞ സാക്ഷ്യമാണ്. പുനരൂര് സന്ധ്യ ആച്ചി പുനരൂര്. ഈ സാക്ഷി നിങ്ങൾ യൂട്യൂബിലുണ്ടത്, നോക്കിയാൽ മതി, നോക്കണം നിങ്ങൾ.
കാര്യം നമ്മുടെ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാനുള്ള മാർഗം ഒന്ന്, അറ്റൻഡ് ദ ടെസ്റ്റിമണീസ് ഓഫ് ആൻസേർഡ് പ്രേയേഴ്സ്. അതായത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചവരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടുകൊള്ളുന്ന നമ്മുടെ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാം. 10 കാര്യങ്ങളുണ്ട്, അതിലൊന്ന് മാത്രമാണത്, പക്ഷെ അത് വലിയ കാര്യമാണത്. അപ്പം അതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം, ഇവരുടെ വിഷയം 10 കൊല്ലമായിട്ട് അവർക്ക് അലർജിയാണ്, പൊട്ടിപ്പൊളിഞ്ഞ വ്രണങ്ങളുമായിട്ട് കൈകൾ. അപ്പോഴവർ ഓൺലൈൻ ഉടമ്പടി ചെയ്യുന്നു. 10 കൊല്ലം 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ സംഭവം മുഴുവൻ കരിഞ്ഞു പോകും. അപ്പം അങ്ങനെ ഇവിടെ അവർ തിരിച്ചു വന്ന് പിന്നീട് തീർത്ഥാടന ഉടമ്പടി ചെയ്യും. അപ്പം ഓൺലൈൻ ഉടമ്പടി ചെയ്തപ്പോൾ അജിയെ വിളിച്ച്, ഗൾഫിലെവിടെ ജോലി ചെയ്യാൻ, അജിയെ വിളിച്ച് പറയും, ഞാനിങ്ങനെ ആലപ്പുഴ പോയി ഞാൻ ഓൺലൈൻ ഉടമ്പടി ചെയ്തപ്പോൾ മാതാവിൻ്റെ കൈ സുഖപ്പെടുത്തിയെന്ന് പറയും. അപ്പോൾ എന്നിട്ട് പിന്നീട് വന്നിട്ട് ഈ സന്ധ്യ വന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്യും. നമുക്ക് 2 ഉടമ്പടിയാണ് ഉള്ളത്. അതായത് ഒന്ന് ഓൺലൈൻ ഉടമ്പടി, കൃപാസനത്തിൽ എത്തിച്ചേരുന്ന വരെ ഉടമ്പടിയുടെ എല്ലാ ആനുകൂല്യവും നിനക്ക് കിട്ടാൻ വേണ്ടി അമ്മ തന്ന ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഓൺലൈൻ ഉടമ്പടി. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കോവിഡുമായിട്ട് അമ്മ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് ഓൺലൈൻ ഉടമ്പടിയിലൂടെ. അതിനുശേഷം അവർ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്യും. ഓൺലൈൻ ഉടമ്പടി ചെയ്ത ആൾക്കാരെല്ലാവരും തന്നെ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്ത്. അപ്പോൾ തീർത്ഥാടന ഉടമ്പടി ചെയ്തേച്ചും ഈ അജിയെ വിളിച്ച് പറയും, ഞാൻ കൃപാസന മാതാവിനെ കാണാൻ പോയെന്ന് പറയും. അപ്പോൾ അന്ന് വൈകുന്നേരം അജിക്കൊരു പ്രശ്നം ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരു മലയാളിയുമായിട്ട് കൂടെ താമസിക്കുമായിരുന്നു. വെച്ചാൽ നമുക്കറിയാമല്ലോ, ഇപ്പോൾ യൂറോപ്പിലായാലും ഗൾഫിലായാലും നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ വാടക കൊടുക്കാനുള്ള ശമ്പളം നമുക്കുണ്ടാകത്തില്ല. അപ്പോൾ വീട്ടിലോട്ടൊന്നും അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ ചെയ്യണം, മലയാളികൾക്ക് ഷെയർ ചെയ്താണ് ജീവിക്കുന്നത്. പക്ഷെ അവിടെ എപ്പോഴും വരുന്ന ഒരു പ്രശ്നം, ഈ ഷെയർ ചെയ്യുന്ന ആൾക്കാർ ചില സമയത്ത് അവിടെ പ്രോജക്റ്റ് അവിടെ തീരുകയാണെങ്കിൽ അവരവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ കുടുംബത്തിൻ്റെ വീടിൻ്റെ മുഴുവനും വാടക ഒരാൾ തന്നെ കൊടുക്കേണ്ടി വരും. പക്ഷെ അത്രയും ശമ്പളം ഉണ്ടാകത്തില്ല, അപ്പം കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അജിയാണെങ്കിൽ ഒരു ജീവിതം ആകപ്പാട് വഴിമുട്ടി എന്നപ്പോൾ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. അപ്പോൾ ഇയാൾ പലയിടത്തും പോയി അന്വേഷിച്ചിട്ട് ഒരിടത്തും ഒരു അക്കോമഡേഷൻ കിട്ടണില്ല. അക്കോമഡേഷൻ കിട്ടാവുന്ന ഈ മനുഷ്യൻ ഇങ്ങനെ ഇവർ വൈഫ് നല്ല ശരിക്കും സുന്ദരമായിട്ടത് പറയുന്നുണ്ട്. അതായത് സന്ധ്യ നന്നായിട്ടത് പറയുന്നുണ്ട്. അതായത് പലയിടത്തും പോയി ഒരു വീട് ഷെയറായിട്ട് താമസിക്കാൻ പറ്റിയ വീട് അന്വേഷിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അറിയാമല്ലോ. ഈ മനുഷ്യൻ മടുത്ത് സങ്കടപ്പെട്ടിട്ട് ഇയാൾക്ക് വൈഫ് പറഞ്ഞൊരു ഓർമ്മയേ ഉള്ളൂ, ഞാൻ ഇന്ന് കൃപാസന മാതാവിനെ കാണാൻ പോയെന്നേ പറഞ്ഞുള്ളത്. എന്നിട്ട് ഈ അജി റോഡിൽ നിന്നുകൊണ്ട് അത് വേദനപ്പെടുന്ന സാഹചര്യമാണ്. എൻ്റെ കൃപാസന മാതാവേ എന്ന് വിളിച്ച് എനിക്കൊരു വീട് കാണിച്ചതാണ്. അത് നല്ല സാക്ഷിയാണ് കേട്ടത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു, അതുകൊണ്ട് ഞാനത് പറഞ്ഞത്. എൻ്റെ കൃപാസന മാതാവേ എനിക്കൊരു വീട് കാണിച്ചതാണ് എന്ന് ഇയാളിങ്ങനെ പറയുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ മനസ്സിൽ അമ്മ തോന്നിച്ചു, നീ നെറ്റിലടിച്ച് നോക്കാൻ പറഞ്ഞു. അന്ന് വരെ ഇപ്പം 3-4 ദിവസമായി വീട് തിരക്കി നടക്കണത്, ഈ ഒരു ബോധമില്ല. ഇയാൾ നെറ്റടിച്ച് നോക്കുകയും പെട്ടെന്ന് ഈ വീട് ഇതുപോലെ തന്നെ അക്കോമഡേഷൻ ഉള്ള ആൾക്കാർ അന്വേഷിക്കുന്ന ഒരു മലയാളിയുടെ പ്രൊഫൈൽ കണ്ട് ഉടനെ വിളിച്ച് ചോദിച്ചു, ഞാനിങ്ങനെ പുറത്തായി നിൽക്കുകയാണ്, നിങ്ങൾക്ക് ഷെയറിങ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ നെറ്റിലിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ താല്പര്യമുണ്ട്. അവർ അന്ന് തന്നെ ഇവരെ അക്സെപ്റ്റ് ചെയ്ത് ഒരുമിച്ച് താമസിച്ചു. അപ്പോൾ 2 കുടുംബം കൂടി ഒരുമിച്ച് താമസിക്കും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതിനൊക്കെ എല്ലാം ഒരു വചനമുണ്ട് സഹോദരങ്ങളെ. അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാത്തിനും വാഗ്ദാനമുണ്ട്. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഉടമ്പടി എന്താ സംഭവിക്കണത്,
വാഗ്ദാനത്തിന് എല്ലാ വാക്കിൻ്റെ അകത്തും ദാനമുണ്ട് ദൈവത്തിൻ്റെ, അല്ലേ? എല്ലാ വാക്കിലും ദൈവത്തിൻ്റെ ദാനമുണ്ട്. ഈ ദാനം നമ്മൾ ഇങ്ങനെ പ്രാപിക്കുകയാണ് ചെയ്യണത്. വാഗ്ദാനം എന്താണ് ചെയ്യണത്? പ്രാപിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ അജി എന്താണ് ചെയ്യണത്? വാഗ്ദാനം പ്രാപിക്കാൻ അജി എന്താണ് ചെയ്തിരിക്കുന്നത്? എൻ്റെ കൃപാസനം മാതാവെന്ന് വിളിച്ചു. കാര്യം ഇല്ലായ്മയൊക്കെ പരിഹരിക്കുന്ന ആളാണല്ലോ. വീഞ്ഞില്ല എന്ന് പറയണതും മനുഷ്യൻ്റെ ജീവിതത്തിലെ ഇല്ലായ്മകൾക്ക് ദൈവം ഇക്കാലങ്ങളിലെ ഉടമ്പടിയിലൂടെ 10,000 ഉത്തരം കൊടുക്കുമ്പോൾ ഇന്ന് ഞാൻ കൃപാസനം മാതാവിനെ കാണാൻ പോയെന്നാണ് ആ ചേച്ചി പറയണത് അജിയോട്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു വിളി, ഇവർക്ക് അജിക്ക് ഉടമ്പടി അറിയത്തില്ല, ചിലപ്പോൾ ആലപ്പുഴ കൃപാസനത്തിൽ വന്നിട്ടില്ല, ഈ പേര് കേട്ടിട്ടേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് വിളിച്ചതാണ്. ഞാനത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം 10:20 യെശയ്യായുടെ ഒരു വചനമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ വാഗ്ദാനങ്ങൾക്കും, ഇപ്പം നിനക്ക് കിട്ടാൻ പോകുന്ന എല്ലാ വാഗ്ദാനങ്ങൾക്കും കറസ്പോണ്ടിങ് വേർഡ് ഓഫ് ഗോഡ് ഉണ്ട്. കണ്ടില്ലേ? എനിക്ക് 10:20 റോമ 10:20 യെശയ്യാ ധൈര്യപൂർവ്വം പറയുന്നു. എന്താണ് പറയുന്നത്? ഏറ്റു പറഞ്ഞ്, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി. ഇതാണ് സംഭവിക്കുന്നത്. ഒന്നുകൂടി പറഞ്ഞു, എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി, എന്നെപ്പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തി. അപ്പൊ ക്രിസ്തുവിനെ കുറിച്ച് നീ അന്വേഷിച്ചില്ലെങ്കിൽ പോലും ക്രിസ്തു നിന്നെ തന്നെ നിനക്ക് വെളിപ്പെടുത്തും. ഈ ഒരു സാധ്യത എല്ലാവരും പ്രയോജനപ്പെടുത്തണം. കാര്യം ഇപ്പോൾ എന്താ വചനം എഴുതിയിരിക്കുന്നത്? എന്നെ തേടാത്തവർ, അന്വേഷിക്കാത്തവരെ, ആശ്രയിക്കാത്തവരെ ക്രിസ്തുവിനെ കണ്ടെത്തും. എങ്ങനെയാണ് എന്നെ കണ്ടെത്താൻ എന്നും പറഞ്ഞൊരു വചനമുണ്ടല്ലോ, 29:14 ജെറമിയ. എന്താണ്? എന്നെ കണ്ടെത്താൻ ഞാൻ നിന്നെ ഇടയാക്കും. ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊളോസ്യസ് 3:11 തന്നെയാണ്. എന്താണ്? ക്രിസ്തു എല്ലാമാണ്, പിന്നെന്താണ്? എല്ലാവരിലുമാണ്. അല്ല, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള ആളല്ല. ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അപ്പോഴേ എല്ലാവരും ക്രിസ്തുവിനെ ആശ്രയിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ മതം മാറണമെന്നല്ല അർത്ഥം. വേദനപ്പെടുന്ന നിമിഷങ്ങളിൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടാനുള്ള ദൈവവചനത്തിൻ്റെ വാഗ്ദാനമാണ് ഞാൻ പറഞ്ഞത്. ദൈവവചനത്തിൻ്റെ വാഗ്ദാനമാണ്. അത് വിശ്വാസിക്ക് മാത്രമുള്ളതല്ല, അത് എല്ലാവർക്കും ഉള്ളതാണ്. അതാണ് ഞാൻ പറയുക, അവിശ്വാസിക്ക് പോലും ഉള്ളതിൻ്റെ സൂചനയാണ് എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി. അതിനുള്ള സാധ്യതയുണ്ട്. അപ്പം ഞാൻ നിനക്കൊരു വിഷമം വന്ന് പോകുമ്പോൾ ഞാൻ ക്രിസ്തുവുമായിട്ട് അടുപ്പമൊന്നുമില്ല, ക്രിസ്തു ക്രിസ്ത്യാനികളുടെ എന്നൊന്നും പറഞ്ഞ് വെറുതെ മണ്ടത്തരം പറഞ്ഞ് കെട്ടിയിരുന്ന് വിളിച്ച് നീ നിൻ്റെ വിഷമത്തിൽ നിലനിൽക്കരുത്. മറിച്ച് കാര്യം ഈ നാട്ടിൽ എന്ത് പറഞ്ഞാലും മതം മാറ്റമാണ്. മതമാറ്റം അല്ല വിഷയം. അതായത് ദൈവത്തെ നീ കണ്ടെത്താനും അനുഭവിക്കാനുമുള്ള സാധ്യതയുണ്ട്. അപ്പം അതിന് മതാതീതമായി യേശുവിനെ നിനക്ക് അന്വേഷിക്കാനും കണ്ടെത്താനും കഴിയും. അങ്ങനെ 10,000 യേശുവിനെ അനുഭവിച്ച് ഇന്നും ജീവിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ സാധ്യത സുവിശേഷം നൽകുന്നൊരു വലിയൊരു സാധ്യതയാണ്. അതിന് ഏറ്റവും എളുപ്പമാർഗമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്ന് പറഞ്ഞത്. എന്താ കാര്യം? ക്രിസ്തു എല്ലാമാണെന്ന് ആദ്യം അറിഞ്ഞത് അമ്മയാണ്. അതുകൊണ്ടാണ് നിസ്സാര കാര്യത്തിന് പോലും അമ്മ യേശുവിനെ കനായിലെ കല്യാണത്തിൽ തീർന്നു പോയിട്ട് പോലും അതിന് പോലും അമ്മ ആശ്രയിച്ചത് യേശുവിനെയാണ്. അപ്പം അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മറ്റുള്ള സംവിധാനങ്ങളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും അമ്മ അവിടെ ആശ്രയം വെക്കത്തില്ല. അവിടെയാണ് വിഷയം. ഇപ്പം ബുദ്ധിപരമായിട്ട് നമ്മൾക്ക്
പല പല ഓപ്ഷൻസ് ഉണ്ടാകും ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധിമാനായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് പലതരം ഓപ്ഷങ്ങളുണ്ടെങ്കിലും ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ഈശോയായിരിക്കും. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് അത് നല്ല ശരിക്കൊരു അഭിഷേകം ആ വിഷയത്തെ മേടിക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ നമ്മൾ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ, എന്ത് സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ലോകത്തിന് മരുന്നുണ്ടെങ്കിലും വീടില്ലെങ്കിൽ ലോൺ എടുക്കാമെങ്കിലും കർത്താവേ, ഭൗതിക സാഹചര്യങ്ങളുടെ സാധ്യതകളുണ്ടെങ്കിലും ആദ്യമായി യേശുവിനെ തന്നെ ആശ്രയിക്കാൻ എന്നെ പുനഃക്രമീകരിക്കണം. വിശ്വാസത്തെ പുനഃക്രമീകരിക്കണം. കർത്താവേ അനുഗ്രഹം വർഷിക്കണം. ഹല്ലേലൂയ. യേശുവേ ആരാധന. ദൈവസ്നേഹത്തോടെ പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.